എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ കേട്ടോ. എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചോ? ഇന്ന് നമ്മളെ വിഷു സ്പെഷ്യൽ ഒരു കൂട്ടുകറിയാണ് ചെയ്യാൻ പോകുന്നത്. അത് കുമ്പളങ്ങ മസാല കൂട്ടുകറിയായിരുന്നു ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെ ചെയ്ത് കാണിക്കാം. കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ അരമുറി ഏത്തക്കായ എടുത്തേക്കുന്നത് കേട്ടോ. ഇനിയും നമുക്ക് വേറൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഇടുവാണേ. കുമ്പളങ്ങ ഇത് അരിഞ്ഞത്, ഈ ഏത്തക്ക അരിഞ്ഞത്. ഇത് നമുക്കിനി ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം. ഉപ്പിട്ടും മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി ഇന്ന് വേവിക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിനകത്ത് നമുക്കിത് വേകും. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം. കറിവേപ്പിലൂടെ ഇടുവാണേ. ഏത് കാര്യത്തിന് ഇതിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു മണവും രുചിയും ഒന്നും കാണത്തില്ല. എന്നിട്ട് തിളക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഇതിന് ചേർക്കാനുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാമേ. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ വേണ്ട. നമുക്കത് ഏകദേശം ഒരു അരമുറിയോട് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മളെ. നമുക്കിതൊന്ന് വറുത്തെടുക്കാമേ. നമ്മളിപ്പം കുമ്പളങ്ങ കൂട്ടുകറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഈ തേങ്ങയും മുളകും മല്ലിപ്പൊടിയും പെരുംജീരകവും എല്ലാം കൂടെ നമുക്കിത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെറുതായിട്ട് മൂക്കട്ടെ. 2 അടുപ്പിലായിട്ടാണ് വെച്ചത്. എളുപ്പം നമുക്ക് ചെയ്ത് തീർക്കാം. അതുകൊണ്ട് അത് തിളച്ചിട്ടുണ്ട്. കഷ്ണം തിളച്ചേ. അത് ചെറുതായിട്ട് വേകട്ടെ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് വേകും. ഏത്തക്കായ്ക്കൊന്നും വലിയ വേവില്ലല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാം. ചെറു തീയിലിട്ട് തേങ്ങ മൂപ്പിക്കണം, അല്ലെങ്കിൽ അടി കരിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ കൂട്ടുകറിയാ ഇത്. വിഷു സ്പെഷ്യലാണേ. നല്ല അടിക്ക് പിടിക്കത്തില്ലയോ? നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കുന്ന താമസമേ ഉള്ളൂ. നമ്മുടെ 3-4 ഉള്ളിയോട് ഇടുവാണേ. ഇത് വലിയ ഉള്ളിയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ കിട്ടുന്നതെല്ലാം വലിയ ഉള്ളിയാണ്. നമ്മൾ ചെറിയ ഉള്ളി മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം വലിയതാണ് കിട്ടുന്നത്. ഇതുകൂടെ എൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ചെറിയ തീ കടന്ന് മൂക്കണം. അല്ലെങ്കിൽ അങ്ങ് അടിക്ക് പിടിച്ചത് കരിഞ്ഞ് വാങ്ങും. അന്നേരപ്പോൾ ആ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. ചെറിയ തീയിലിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. കുറച്ച് പെരിഞ്ജീരകവും ചേർക്കുവാണേ. നേരത്തെ ചേർത്താൽ ഇതിൻ്റെ കൂടെ ഒന്ന് കിടന്നങ്ങ് ഒരുപാടങ്ങ് മൂത്ത് പോകും. നമുക്ക് ആ പെരിഞ്ജീരകത്തിൻ്റെ ഒരു പച്ചച്ചവ് മാറിയാൽ മതിയല്ലോ. ഇത് കുറച്ചുകൂടെ ഒന്ന് ഒരു ബ്രൗൺ ആകട്ടെ. എന്നിട്ട് നമുക്കിതെടുത്ത് അരയ്ക്കാം. ഏകദേശം ഒരുമാതിരി ബ്രൗൺ കളർ ആകാറായി. ഇത് ഏകദേശം വേകാറായിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കൂട്ടുകറിയാണ്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ വിഷു സ്പെഷ്യലാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിത് സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തേക്കുന്നത്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ? ഞാൻ അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് സെറ്റും മുണ്ടും ആക്കാമെന്ന് വിചാരിച്ചു. വിഷു ഒക്കെ അല്ലയോ? ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ കടല വേവിച്ചതാണേ. കടല വേവിച്ചത് അതുകൂടെ ഇടുക. ഒരുപാട് നമുക്ക് വെള്ളം വേണ്ടല്ലോ. കൂട്ടുകറി പോലല്ലേ വെക്കുന്നത്. ഒരുമാതിരി പെരണ്ടിരിക്കത്തക്ക വണ്ണം കടല വേവിച്ച് ഞാൻ വെച്ചതായി. ഇനി നമുക്കത് അരച്ചെടുക്കാമേ. തേങ്ങ നമ്മൾ വറുത്ത് അരച്ചേ. നമുക്കിനി അതിലോട്ട് ചേർക്കാം. നമ്മളിതിടുവാണ് ഈ കൂട്ടിനകത്തോട്ടെ. കഷ്ണം നമ്മൾ വെന്തിട്ടുണ്ടേ. ഇത് നമ്മളൊന്ന് ഇളക്കി. വെള്ളം വേണ്ട. ഇത് പെരണ്ടിരിക്കുന്ന പോലെ മതി. കൂട്ടുകറിയല്ലോ ചെയ്യുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.
നമ്മൾ ഇച്ചിരി പിന്നെ കറുകപ്പട്ടയും എല്ലാം കൂടെ പൊടിച്ചതാണ് ഇത്. ശകലം അതുകൂടെ ചേർക്കുവാണേ. മറ്റേ ജീരകം മാത്രമേ ഉള്ളായിരുന്നല്ലോ. ഇത് കുറുകിയേ പെരണ്ടിരിക്കുന്ന പോലായി. ഈ പരുവം മതി. കുറച്ച് ഇച്ചിരി കൂടി ഉപ്പ് വേണമെന്ന് തോന്നുന്നു. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് വേവിച്ചതാണല്ലോ. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുവാണേ. നമ്മൾ ആദ്യം പിന്നെ ചേർത്താണ് വെച്ചത്, എന്നാലും കുറച്ചുകൂടെ വേണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ചുമ്മാ പറയുമല്ല, അടിപൊളി ടേസ്റ്റാണ്. കടലയൊക്കെ കൂടി ഇട്ടതല്ലയോ. ഇനി നമുക്ക് കടു വറുത്ത് ഒഴിക്കാം ഇതിനകത്തോട്ടെ. കടു പൊട്ടിക്കാൻ പോവാണേ. കടുകിട്ടെ. ഉള്ളി ഇടുവാണേ. നമുക്കാണെങ്കിൽ വലിയ താമസമൊന്നുമില്ല. നമുക്ക് പിന്നെ തേങ്ങയൊന്നും വെച്ച് കുറച്ച് വറുത്തെടുക്കുന്ന താമസമേ ഉള്ളൂ കേട്ടോ. കുമ്പളങ്ങയൊക്കെ എളുപ്പം വേവില്ല. കുമ്പളങ്ങയും കായും എളുപ്പം വേവില്ല. പിന്നെ കടല നമ്മൾ വേവിച്ച് കുക്കറിനകത്തോട്ട് വേവിച്ച് എടുത്താൽ മതിയല്ലോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറിവേപ്പില ഇടുവാണേ. ഇത് മൂത്തിട്ട് നമുക്ക് എടുത്ത് ഒഴിക്കാം. ഇത് മൂത്തേ ഇതിനകത്തോട്ട് ഒഴിക്കുക. കുമ്പളങ്ങ മസാല കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ഐറ്റമാണേ. ഇത് വിഷു ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.